എൻ്റെ കയ്യിൽ കുറച്ച് ബ്രെഡ് ഇരിപ്പുണ്ട്. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചായക്കടി ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിനുവേണ്ടി ആദ്യം ഞാൻ ബ്രെഡിൻ്റെ സൈഡൊക്കെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ നടുഭാഗം ഒരു പാത്രം വെച്ച് ഷേപ്പാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇഡലി പാത്രം വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ല ഷേപ്പായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഞാനൊരു 3-4 ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം എടുത്ത് അതിലോട്ട് ചെറുതായി കട്ട് ചെയ്ത സവോളയും തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് കൊടുക്കണേ. ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇതെല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കടലപ്പൊടിയും ഇട്ട് കൊടുക്കാം. പിന്നെ 1 സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ കൂടുതലാകാൻ പാടില്ല. ഇതുപോലെ കുറച്ച് മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ. ഇതുപോലെ ആയി കിട്ടിയതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് ഓരോന്നായി ഇതിലോട്ട് മുക്കി ഫ്രൈ പാനിലോട്ട് വെച്ച് കൊടുക്കാം. സവോളയും തക്കാളിയൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഞാൻ ചെയ്തത് കുറച്ച് വലുതായിപ്പോയി. ഇതിനേക്കാളും ചെറുതായി വേണം കട്ട് ചെയ്തെടുക്കാൻ. എന്നാൽ ഇതിനേക്കാളും നല്ല രീതിയിൽ ബ്രെഡിന് പിടിച്ചാൽ പാനിലോട്ട് വെച്ച് കൊടുക്കുമ്പോൾ കുറച്ച് എണ്ണ തടവി വേണം വെക്കാൻ. ഇതുപോലെ ഒരു സൈഡ് മൊരിഞ്ഞതിന് ശേഷം മറ്റേ സൈഡും കൂടെ മറിച്ച് വെച്ച് കൊടുക്കാം. ഇങ്ങനെ ഇളം ബ്രൗണായി കഴിഞ്ഞാൽ കോരിയെടുത്ത് നമുക്ക് പ്ലേറ്റിലോട്ടിട്ട് ചായയോടൊപ്പം കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ സ്നാക്സ് നിങ്ങൾ ഉണ്ടാക്കി നോക്കുമല്ലോ. ഈ ബ്രെഡ് കട്ട്ലറ്റ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനിയപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.